അപ്പം ഈ പട്ടി ഷോ കാണിച്ചിട്ട് എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സൺഡേ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പം നമ്മൾ ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോയ്ക്കാണ് വന്നത്. അപ്പം ഞാൻ ആദ്യം താഴത്തെ ടോപ്പ് നോക്കി നിന്ന് കേട്ടോ. പിന്നെ അനിയൻ കല്യാണം കഴിഞ്ഞ എന്താ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും വൈഫ് നോക്കും. ഹസ്ബൻഡ് അവിടെ വൈഫിന് ഇവിടെ എന്ത് വേണേലും നോക്കാം, എന്ത് വേണമെങ്കിൽ എടുത്തോന്നാണ് ഉത്തരവ്. അപ്പൊ നമ്മളെല്ലാരും കല്യാണം കഴിച്ച് ഇങ്ങനെയൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അറിയില്ല, നോക്കാം. അനിയനും ചെരുപ്പും പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നെയിൽ പോളിഷും പിന്നെ എന്താ ഡ്രസ്സും കാര്യങ്ങളൊക്കെ 2 ഡ്രസ്സും എടുത്തിട്ട് നമ്മൾ നേരെ വണ്ടി കയറിയിട്ട്. അപ്പം ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ കഷണ്ടി വരുന്നു എന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് സ്റ്റുഡിയോയിൽ നിന്ന് വലിയ രീതിയിലൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഗണപതിയിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഗണപതിയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ പോകുമ്പോൾ അവിടെയാണെങ്കിൽ മുടിഞ്ഞ തിരക്ക് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെയാണല്ലോ, ടൗണിൽ തന്നെ. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ വണ്ടിയൊക്കെ വെച്ച് അകത്ത് കയറിയിട്ടാ. ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ. അവരെ കാണുന്നില്ല കഴിച്ച് ഞാൻ ആ ബൊമ്മയുടെ പിന്നാലെ പോകുമ്പോ അമ്മേ അപർണയൊക്കെ ഉണ്ടായിട്ടാ ഫോട്ടോയില്. പിന്നെ അവിടെ കണ്ട് കുട്ടി അതിൻ്റെ ഫ്രണ്ടാണ് സൂര്യമോളെ എന്ന് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഷർട്ടിൻ്റെ സെക്ഷനിലേക്കായിരുന്നു ആദ്യം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാട്ട് നീലോത്തി ആയിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം കൂടെ പാടിയിട്ട് പിന്നെ നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടത് ഷർട്ട് പിന്നെ സാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ബില്ലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ തന്നെ നല്ല പെയ്റ്റും മഴ വന്നിട്ടുണ്ട് കേട്ടോ. കാർ എടുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കണം, പക്ഷെ നല്ല മഴ. ഇവിടെ പെയ്തും മഴയാണ്. എന്തോ പാലക്കാട് നമ്മൾ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മുകളിൽ വെച്ചിട്ടുണ്ട്. ചെരുപ്പ് ഇതാ നോക്കൂ ഗൈസ്. നമ്മളിത് പോകുന്നത് ദർശനിക്കാണതാ. നമ്മുടെ പാലക്കാട് ഓക്സിജൻ ഉണ്ട് കേട്ടോ. പക്ഷെ ദർശന എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പോയത് ശ്രീധറിലേക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സാധനം എന്ന് പറയുന്നത് ഞാൻ ഡ്രസ്സാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പുറത്തിറങ്ങുമ്പോണ്ട് ഞാൻ അങ്ങനെ പറയായിരുന്നു, എടാ ആദ്യം ഇവിടെ വന്നപ്പോൾ നമുക്ക് കോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ചൂടുകാലത്ത് വന്നെന്ന് പറഞ്ഞാൽ സംഭാരം കിട്ടുമായിരുന്നു എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഏട്ടൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ കല്യാണിലേക്ക് വന്നിട്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം നമ്മളിങ്ങനെ നോക്കി. ഞാനിതാ മിറർ കണ്ട് നമ്മുടെ ഒരു പട്ടി ഷോ എന്നും പതിവാണല്ലോ കണ്ട്. അപ്പം ഞാനിത് ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഷർട്ടൊക്കെ എടുത്ത് നമ്മളത് ബില്ല് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. കല്യാൺ സിൽക്സ് അവിടെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസമല്ലേ നമുക്ക് ലീവുള്ളൂ. കാലൊക്കെ പോയിട്ടൊന്ന് വാടകയ്ക്ക് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. എനിക്ക് നടന്നിട്ട് വല്ലാണ്ട് അങ്ങടായി ഞാൻ. പിന്നെ ഇതാ നമ്മൾ കുറേ നേരം നിൽക്കുമ്പോൾ തന്നെ എനിക്ക് പിന്നെ ദാഹമൊക്കെ വന്നപ്പോൾ ഞാൻ എനിക്ക് ദാഹിക്കുന്നുണ്ട് പറഞ്ഞായിരുന്നു. പിന്നെ കയ്യിലെന്തോ പൊടിയായി എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. പിന്നെ നമ്മൾ ബില്ല് ചെയ്യാൻ തന്നെ കുറച്ച് ഇതായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ജ്യൂസ് കുടിക്കാനാണ് നെക്സ്റ്റ് പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചി ഫ്രൂട്ട് സലാഡായിരുന്നു പറഞ്ഞാൽ ഞാൻ അവിൽ മിൽക്ക് എന്തായാലും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ച് നമ്മൾ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സൺഡേ പോയത് കേട്ടോ. അപ്പോൾ ഇത്രത്തെ വീഡിയോ. താങ്ക് യു.